ജനുവരി 18 മുതൽ തിരുനാവായയിൽ നടക്കുന്ന കുംഭമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി ആദ്യ അവലോകന യോഗം. മഹാമണ്ഡലേശ്വർ യോഗി ആനന്ദവനം, വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യർ, സാമൂതിരി ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലാണ് തിരുനാവായയിൽ മാഘമകം മഹോത്സവം നടത്താനൊരുങ്ങുന്നത്. കന്യാകുമാരി, കൊടുങ്ങല്ലൂർ, പാലക്കാട്, മൂകാംബിക തുടങ്ങി 4 അംബികാ ക്ഷേത്രങ്ങളിൽ നിന്ന് തെളിച്ച ദീപവുമായി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് രഥയാത്ര തുടങ്ങുക. ജനുവരി 18-നാണ് തിരുനാവായയിൽ മാഘമക ചടങ്ങുകൾ. ഗംഗാ ആരതിക്ക് സമമായ നദീപൂജകൾ, യാഗങ്ങൾ, സത്സംഗം തുടങ്ങിയ ചടങ്ങുകൾ ഈ ദിവസങ്ങളിൽ നടക്കും. ഫെബ്രുവരി 3-നാണ് സമാപനം. കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കേരളത്തിന്റെ സനാതന സംസ്കൃതിയിൽ അദ്വിതീയമായ സ്ഥാനമുണ്ടായിരുന്ന മഹാമാഘ മഹോത്സവം ഇടക്കാലത്ത് വെച്ച് വളരെയേറെ തെറ്റിദ്ധരിപ്പിലുകൾക്കും ഒക്കെ വിധേയമായി അത് നിന്നുപോയ ഒന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് അതിനെ ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിലെ മണൽത്തിട്ടയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കും. നവാമുകുന്ദ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തീരത്തും മണൽത്തിട്ടയിലുമായിരിക്കും ചടങ്ങുകൾ. ഇന്നത്തെ മഹാമാഘത്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഇന്ന് സംഘാടക സമിതി രൂപീകരണമായിരുന്നു. നിറഞ്ഞ തുളുമ്പുന്ന ഒരു സദസ്സായിരുന്നു. ഇവിടെ ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാ ജില്ലകളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ ഒരു സംഘാടക സമിതിയിൽ ഉൾപ്പെടാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു. ഏതായാലും ഈ വർഷത്തെ മാഘമേള കുംഭമേളയ്ക്ക് തുല്യമായി തന്നെ ഞങ്ങൾ ശക്തിയോടുകൂടി നടത്തുമെന്ന് അല്ലെങ്കിൽ നടത്താൻ സാധിക്കുമെന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിശ്വസിക്കുകയാണ്. ജനുവരി 18 മുതൽ നടക്കുന്ന മഹാസംഗമത്തിലേക്ക് സന്യാസിമാരും ആധ്യാത്മിക സംഘടനാ പ്രതിനിധികളും എത്തും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടാകും. ഇവിടെ എത്തുന്നവർക്ക് തിരുനാവായയിലും പരിസര പ്രദേശങ്ങളിലുമാകും താമസ സൗകര്യം. ന്യൂസ് 18 തിരൂർ.